മിണ്ടാതിരിക്കേണ്ട പിള്ളേരെ, എന്തൊരു സൗണ്ടാണിത്? ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ദേവാ, ജാനറ്റ്, ലക്കി, ഒന്ന് അടങ്ങി നിൽക്കേണ്ട മക്കളെ. നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ ഇന്നാണ് പാർക്കിലേക്ക് പോകുന്നത്. എല്ലാവരും റെഡിയാണോ? ടീച്ചർക്ക് ഒറ്റ കാര്യമേ മക്കളോടൊക്കെ പറയാനുള്ളൂ. പോകുന്നിടത്ത് നല്ല കുട്ടികളായിട്ട് ആരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെ നിൽക്കണം. അവിടെ പല ടോയ്സും ഉണ്ടാകും. എല്ലാത്തിനും ചാടി കയറി ഓരോ അപകടങ്ങളൊന്നും പറ്റിക്കരുത്. ടോയ്സിൽ കയറാനും കളിക്കാനും ഒക്കെ നിങ്ങളുടെ കൂടെ ടീച്ചറും ഉണ്ടാകും. അതൊന്നും നല്ല കാര്യം. സ്വിങ്ങിൽ കയറുമ്പോഴും സീസോയിൽ കളിക്കുമ്പോഴും സ്ലൈഡിൽ ഉലയുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓരോ അപകടങ്ങളൊന്നും പറ്റിക്കരുത് എൻ്റെ കുഞ്ഞു മക്കളെ. ടീച്ചർ ഒറ്റക്കല്ലേയുള്ളൂ മക്കളെ നിങ്ങളെയൊക്കെ നോക്കാൻ. അതുകൊണ്ടൊരു പേടി കൊണ്ട് പറഞ്ഞതാ. മക്കളുടെ ഒരു കാര്യം. എൻ്റെ ദേവാ, നിനക്ക് കാണാനും കളിക്കാനും ഒക്കെയുള്ള സമയമുണ്ട്. നീ പോയി ചെല്ലു ദേവാ. അതെ അതെ, അവിടെ അതാ യന്ത്രൂഞ്ഞാലുണ്ട്, ഊഞ്ഞാലുണ്ട്, സീസോയുണ്ട്, സ്ലൈഡുണ്ട്, ടെണലുണ്ട്, എല്ലാം ഉണ്ട് ദേവാ. ഇവിടെ വന്ന് ശല്യപ്പെടുത്താൻ നോക്കുവാണോ ദേവാ? ഞാനൊന്ന് ഊഞ്ഞാലാടട്ടെ. ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് ആടിയാ പോരെ? അങ്ങനെയൊന്നും പറയല്ലേ ലക്കി. നമ്മളൊക്കെ ഒരു പാർക്കിൽ വന്നതിൽ എന്ത് രസമാണ് കറങ്ങുന്ന കാണാന്. അയ്യോ എന്ത് രസമുള്ള ടോയ്സ്. ഈ ടോയ്സിലൊക്കെ ആടി കളിക്കുന്നത് എന്താ മിസ്സേ? ഡോഗാണോ? അല്ലല്ലോ, കൗവാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കൗവിനെ പോലെയുണ്ട്. എന്റെ വീട്ടിലൊന്നും ഇങ്ങനത്തെ ടോയ്സ് ഇല്ലല്ലോ. എന്ത് ഭംഗിയാ. അതിന് ഞങ്ങളുടെ വീട്ടിലും ഇല്ലല്ലോ ദേവാ. ഇതൊക്കെ പാർക്കിലൊക്കെ ഉണ്ടാവൂ. നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? ഇങ്ങ് വാ, ഈ സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡിലൂടെ യായോ ആക്കാം. എനിക്ക് ഇതെല്ലാം കണ്ട് കൊതി തീർന്നില്ല ജാനറ്റ്. ഞാനിതെല്ലാം ഇന്ന് ആദ്യം നന്നായി നോക്കട്ടെ. അപ്പോഴേക്കും അങ്ങ് വരാവേ. നല്ല കളറുള്ള സ്ലൈഡിങ് അല്ലേ ജാനറ്റ്? ഓറഞ്ച്, യെല്ലോ, റോസ്, എന്തൊക്കെയാ. നീ ഇങ്ങനെ കളർ നോക്കി ഇന്നോ? ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം സ്ലൈഡ് ചെയ്തു എന്നറിയാം നിനക്ക്. സ്റ്റെപ്പിലൂടെ കയറിയാൽ മതി. നീ നോക്ക് നോക്കി, ഈ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ എന്ത് രസമാണെന്നറിയോ? വീഴൊന്നുമില്ല. ദേവ ഇങ്ങ് പോരുത്, ഇവിടെ ഇരുന്നോ. ഞാനൊന്ന് നോക്കട്ടെ അത്. ആഹാ, ഇത് അടിപൊളിയാണല്ലോ. സ്റ്റെയറൊക്കെ വെച്ചിട്ട് കയറി അതിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ അടിപൊളി തന്നെ. നമ്മുടെ മിസ്സിന് ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ തോന്നിയത് നമ്മുടെ ഭാഗ്യം. ലക്കി, ഒന്നിങ്ങ് വാടാ. ഞാൻ ഇതിന്റെ മുകളിൽ കയറി ഒന്ന് നോക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. സ്റ്റാർട്ട് ആവുന്നില്ല. എനിക്ക് ഇതിലൊന്ന് യന്ത്രഞ്ഞാലിൽ കയറി ഇത് തിരിയണമെന്നുണ്ട്. ഒന്ന് വാടലേക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ദേ മക്കളെ, അത് പറയാൻ വിട്ടു. അതിനെന്തോ ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു.
ഓപ്പറേറ്റേഴ്സ് ഒന്നുമില്ലാതെ അതിൽ കയറി കളിക്കണ്ട. ഓരോ അപകടം പിടിച്ച് വരുത്തണ്ടല്ലോ. ഇങ്ങ് ഇറങ്ങ് രാമു. മിസ് അങ്ങനെയൊക്കെ പറയും. നീ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ലക്കി. ഒന്നിങ്ങ് വാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് താടാ. ഇതിലൊന്നും കയറാതെ എന്ത് പാർക്ക്. ഇതിലൊക്കെ കയറുമ്പോഴല്ലേ രസമുള്ളൂ. മിസ് കാണാതെ നമുക്ക് ഇതിലൊന്ന് കളിക്കാം. ഇങ്ങ് വാടാ. ഈ സീസോയിൽ കയറി കളിക്കുമ്പോൾ നിന്നെ എന്ത് രസമാ. സാറ ഒന്നിങ്ങ് വന്നേ, എന്നെ ഒന്ന് ഊനാലാട്ടിക്കൊണ്ട് ബേക്കിന്ന് നന്നായിട്ട് ആട്ടിക്കൊണ്ട് സ്പീഡില്. എനിക്ക് അങ്ങനത്തൊക്കെ ഇഷ്ടം. ആരും ആട്ടാനില്ലെങ്കിൽ ഇതൊന്നും രസമേ ഇല്ല. ഒന്നിങ്ങ് വാ സാറാ. ഇങ്ങനെ വരാനാണടി ഞങ്ങളിവിടെ സ്ലൈഡിൽ അടിച്ചു പൊളിക്കല്ലേ. നീയാണെങ്കിൽ ഇങ്ങ് വാ. സ്റ്റെയറൊക്കെ കേറി ഇതിലൂടെ കളിക്കുമ്പോൾ അടിപൊളിയാ. ഒരാള് കഴിഞ്ഞ് അടുത്താള്, അടുത്താള് കഴിഞ്ഞ് അടുത്താള്. അടിപൊളി. ഒന്നിങ്ങ് വേഗം വന്ന് ഒന്ന് ഇതിലൊന്ന് ചെയ്ത് നോക്ക്. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് പോവത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാഗിലെ സ്പൈഡർ പറയില്ലേ, അത് ചെയ്യണോ? അത് ഞാൻ ഇതിലൊന്ന് കയറി നോക്കട്ടെ. എന്നിട്ട് ഇങ്ങനത്തെ പാർക്കൊക്കെ നമ്മുടെ വീട്ടിലോ സ്കൂളിലോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നേനല്ലേ. ഇന്ന് നമുക്ക് ഇതിലൊക്കെ കളിക്കായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മുടെ വീട്ടിലും ഇല്ല സ്കൂളിലും ഇല്ല. അല്ലേ ലക്കി? മക്കളെ പെട്ടെന്ന് നോക്കി അടിച്ചു പൊളിക്ക്. നമുക്ക് ഈവനിങ്ങിന് വീട്ടിലോട്ട് റിട്ടേൺ പോകണ്ടേ. പെട്ടെന്ന്.